ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അത് നമ്മളെ കാറ്ററിംഗ് വർക്കുള്ള ദിവസത്തെ വിശേഷങ്ങളായിട്ടിട്ട് ഇന്നത്തെ വരവ്. രാത്രി തന്നെ ഒരുവിധം പണിയൊക്കെ ഒരുക്കി വെച്ചിട്ടാണല്ലോ കിടക്കാൻ പോയത്. അപ്പോൾ ഞാനതൊക്കെ ഇന്നലത്തെ വീഡിയോസിൽ കാണിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാകണം. ഇന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കി. അപ്പോൾ രാവിലെ പാലൊക്കെ വന്ന് പാലും കൊണ്ടോട്ടെ കിച്ചണിക്ക് കയറിയത്. അപ്പോൾ ചായക്കൊക്കെ വെള്ളം വെച്ചിരിക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിനി ഞാൻ. ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. ചിക്കൻ 2.5 കിലോനും റൈസ് 2 കിലോനും കേട്ടോ പറഞ്ഞത്. അപ്പം സവാളയൊക്കെ 2.5 കിലോനുള്ളതാണ് ഞാൻ എടുത്തത്. അതിനൊക്കെ അതരിഞ്ഞുകൊണ്ട് ഞാൻ കുക്കറിലാണ് വിസിലടുപ്പിച്ചത്. എന്നാൽ പെട്ടെന്ന് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറൊക്കെ എടുത്തുകൊണ്ട് അരിഞ്ഞ് വെച്ച് വല്ലുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ തക്കാളിയൊക്കെ ഞാൻ അവിടെ അരിഞ്ഞ് വെച്ചിനി. അപ്പോൾ ബിരിയാണിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് കാണിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും ക്യൂബായിങ്ങാണ്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിനല്ലോ. അപ്പോൾ അതും ഒരു 4 പീസ് ഇട്ടെടുത്ത്. പിന്നെ പച്ചമുളകും ഒരു 8-10 പച്ചമുളകും ചതച്ചങ്ങാണ്ട് അതും ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഓട്ടടക്ക് ചട്ടി കടുപ്പത്ത് വെച്ച് ഓട്ടട ചുട്ടെടുക്കണുണ്ട് കേട്ടോ. ഒരടുപ്പത്ത് പിന്നെ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ വേവിക്കാൻ അതും വെച്ചിക്കണ് ബിരിയാണിക്ക് മസാലയൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബിരിയാണി വെക്കൽ. ഉള്ളിയും തക്കാളിയും കുക്കറിലിട്ടുങ്ങാണ്ട് വയറ്റിയെടുക്കണ്ട, നമുക്ക് എളുപ്പപ്പണിയാണ്. അപ്പം എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചതാണ്. അപ്പം പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ അതൊക്കെ വന്ന് പിന്നെ ഞാൻ ചട്ടിക്കൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിക്ക് മസാലപ്പൊടികളൊക്കെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ വീഡിയോസിൽ ബിരിയാണിൻ്റെ മസാലക്ക് ടേസ്റ്റ് കൂടാനുള്ള ടിപ്പും ഒക്കെ ഞാൻ പറയേണ്ടത്. അതൊക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. പിന്നെ അതിക്ക് ബിരിയാണി മസാലയും കുരുമുളകും ഒക്കെ ഇട്ട് കൊടുത്തേക്കണ്. ഇപ്പോൾ 2 കിലോന് ആവശ്യമുള്ളതായിട്ട് അളന്നിട്ട് കൊടുത്തേക്കാണ്. പിന്നെ മല്ലിച്ചപ്പും പൊതിനി അതും അരിഞ്ഞു വെച്ചിന് അതും ഇട്ട് കൊടുത്തു. ഇങ്ങനെ കുക്കറിൽ ഉള്ളിയും തക്കാളിയൊക്കെ വിസിലടുപ്പിച്ചുകൊണ്ട് ബിരിയാണി വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി. നമുക്ക് ബിരിയാണി സിമ്പിളായിങ്ങാണ്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി നോക്കാത്തവർ. അപ്പം അങ്ങനെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. നമ്മൾ മഞ്ഞളും മുളകൊക്കെ തേച്ച് വെച്ചിരിക്കണമല്ലോ ചിക്കൻ ഇന്നലെ രാത്രി തന്നെ. അപ്പോൾ അതും അതിൽ ഇട്ട് കൊടുത്തു. ഇത് ഇട്ടെടുത്തങ്ങാണ്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പി നമ്മളിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം നമ്മളിതിൽ മസാല തേച്ച് വെച്ചല്ലോ, മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് തേച്ച് വെച്ചപ്പോൾ അതിൽ ഉപ്പിട്ട് കൊടുത്തിക്കണം. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തുമാണ് രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പുളിക്കാവശ്യമായ തൈര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു പേക്ക് തൈരിൻ്റെ ഒരു അരഭാഗം 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. തീരെ പുളിയില്ലാത്ത തൈരേനി. പിന്നെ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. പുളിയില്ലാത്തതുകൊണ്ട് കേട്ടോ വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പിൻ്റെ കമ്മി ഉണ്ടായിന്. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ വിനാഗിരി ഇല്ലേ സുർക്ക, അത് കുറച്ച് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു 2 നാരങ്ങൻ്റെ നീരുണ്ടല്ലോ അതും പിഴിഞ്ഞുകൊണ്ട് അത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാനുള്ള ടിപ്പ്. അപ്പോൾ പഞ്ചസാര ഉണ്ടല്ലോ, അത് ഞാനൊരു വീഡിയോസിൽ ഞാൻ കാണിച്ചതാണ്. 1/4 ടീസ്പൂണ് പഞ്ചസാര അത് മസാലയ്ക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ 1 സ്പൂണ് RKGൻ്റെ നെയ്യുണ്ടല്ലോ അതും ഒഴിച്ച് കൊടുക്കുക. ആ വീഡിയോസിൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ അടുത്ത ടിപ്പാണ് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും പൊരിച്ച് കോരിയ എണ്ണല്ലേ, അതിക്ക് മല്ലിച്ചപ്പും പൊതിനയും കുറച്ച് കട്ട് ചെയ്ത് വെച്ചത് അതും പൊരിച്ച് കോരുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, നല്ലോണം ആവണ്ട. ഇത് അടുത്ത ടിപ്പാട്ടോ. എന്നിട്ട് ഈ പൊരിച്ച് കോരിയ എണ്ണ ചോർക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിക്കാരട്ടോ ബിരിയാണിൻ്റെ റൈസിന്. പിന്നെ അടുത്തൊരു ടിപ്പും കൂടി ഉണ്ട്. നമ്മൾ ഈ മല്ലിച്ചപ്പും പൊതിനയും പൊരിച്ച് കോരിയിട്ട് ഈ എണ്ണയ്ക്ക് 1 സ്പൂണ് ബിരിയാണി മസാല അത് ഇടലും ഗ്യാസ് ഓഫ് ചെയ്യലും ഒപ്പാവണം കേട്ടോ. നല്ലോണം ചൂടേറാൻ പാടില്ല. അപ്പം അങ്ങനെ നമുക്ക് അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഈ ഗ്യാസ് കൊണ്ട് ഓഫ് ചെയ്ത് ചട്ടിയാണ് എടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് അതും നമ്മൾ ഈ റൈസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ റൈസിന് നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ അതൊക്കെ അവിടെ മാറ്റി വെച്ചു. അപ്പോൾ നെയ്ച്ചോറാക്കി കൊണ്ടാണല്ലോ വെക്കണത്. അപ്പോൾ ക്യാരറ്റ് ഞാൻ ചീട്ടിൽ എഴുതാൻ മറന്നേനു, പറ്റ മറന്നുപോയി എൻ്റെ അടുത്ത് ഇല്ലേനു. അപ്പോൾ പിന്നെ ക്യാരറ്റ് കൊണ്ടുവരാൻ വേണ്ടി കുട്ടികളെ പറഞ്ഞാൽ കിട്ടോളം നേരം വൈകിട്ടോ. പിന്നെ അത് കിട്ടിയപ്പോൾ ഞാൻ അരിഞ്ഞുകാണ്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ട് ഞാൻ അടുപ്പത്ത് നിന്നാണ്ട് എടുത്ത് വെച്ചിട്ടോ. ഇനി ഒരു 10 മിനിറ്റ് അതിൽ കടന്ന് അങ്ങനെ തന്നെ മസാലയൊക്കെ ഒരു പാത്രത്തിൽ 10 മിനിറ്റ് പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിന്. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ നമുക്ക് ചോറ് ദമ്മിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ലെയർ ചോറ് വെച്ചെടുത്തു. പിന്നെ ബിരിയാണി മസാല ഇട്ടെടുത്ത്, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും പൊരിച്ച് കോരിയത് ഇട്ടെടുത്ത്, പിന്നെ നമ്മളെ ആ പൊരിച്ച് കോരിയ എണ്ണ ഉണ്ടല്ലോ അതിങ്ങനെ ലെയറിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ റൈസിന് നല്ല ടേസ്റ്റ് കൂടുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കണ്ടേ. അപ്പം അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ RKGൻ്റെ നെയ്യുണ്ടല്ലോ അതും ഇടയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തേക്കണം. അപ്പം അങ്ങനെ ബാക്കിയുള്ളതും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2.5 കിലോ ചിക്കനും 2 കിലോ റൈസും ഈ എന്താ പറയുക ഈ ചെമ്പിൽ
കറക്റ്റാണ്. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ലാസ്റ്റ് നമ്മളെ ഈ എണ്ണ ഉണ്ടല്ലോ കുറച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മളെ ബിരിയാണി മസാലൻ്റെ ഫ്ലേവറും മല്ലിച്ചപ്പും പുതിനയും അതിൻ്റെ ഫ്ലേവറും ഒക്കെ ആ എണ്ണയിലുണ്ടാവും. അപ്പോൾ അങ്ങനെ അത് ഇട്ടെടുത്തുങ്ങാണ്ട് നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചുകൊണ്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കുക. എന്നാൽ ആവിയൊന്നും പുറത്തേക്ക് പോവില്ല. പിന്നെ ഇതിൻ്റെ മുകളിലൊരു കനം വെച്ച് കൊടുക്കേണ്ട ആവശ്യമല്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ജസ്റ്റ് വെച്ചെടുത്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളെ ഇന്നത്തെ ബിരിയാണി സെറ്റായിട്ടോ. നമുക്ക് ചിക്കൻ പൊരിക്കാനും തൈര് അതൊക്കെ ഉണ്ടാക്കി വെക്കാനും കൂടി ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള എല്ലാ പണിയും കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കുള്ള ചോറും കൂട്ടാനും അതും ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. ഒരു 10 മണിയായപ്പോഴത്തേന് ബിരിയാണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണം. 11:30ക്കാണ് കസ്റ്റമർ വരിക എന്ന് പറഞ്ഞത്. അപ്പം ഇനി ചിക്കൻ പൊരിക്കാനും തൈരുണ്ടാക്കാനൊക്കെ നമുക്ക് സമയമുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് ഓലക്കടി വെച്ചുകൊണ്ട് ഒന്ന് കത്തിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് കുറച്ച് ഓലക്കടി വെച്ച് കത്തിച്ചാൽ തന്നെ പിന്നെ ആ കണലിൽ കടന്ന് തന്നെ ചിക്കനല്ലേ പെട്ടെന്ന് പോകും. വേവിക്കാത്ത ചിക്കനാണെങ്കിലും പെട്ടെന്ന് പോകും. പിന്നെ നല്ലോണം കത്തിച്ചെടുത്താൽ പിന്നെ ആകെ ചിക്കൻ ഉടയും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നിൽക്കാതെ ഈ ഓലക്കൊടി വെച്ചുകൊണ്ട് ഒന്ന് കത്തിച്ച് കൊടുത്തേക്കണ്. പിന്നെ ആ ചൂടിൽ അങ്ങനെ കിടന്നിക്കുകയാണ്. ഇനി കുറച്ച് ക്ലീനിങ് ഉണ്ട്. ബിരിയാണി പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലീനിങ് ആണല്ലോ ഒരുപാട് ഉണ്ടാവുക. ബിരിയാണി മസാലയൊക്കെ ഞാൻ കുറച്ചധികം പൊടിച്ച് വെക്കലാണ്. നമുക്ക് ബിരിയാണിക്ക് ഓർഡർ വരുമ്പോൾ ഇങ്ങനെ പൊടിക്കാൻ നിൽക്കണ്ടല്ലോ. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണ്ടേ. അതിൻ്റെ ഇടയിൽ ആദ്യം അങ്ങാടിയിലൊക്കെ പോയി വന്നിക്കണ് അവൻ്റെ ഉപ്പാൻ്റെ ഒപ്പം. അപ്പോൾ വന്നുങ്ങാണ്ട് ഒരു കിൻഡർ ജോയ് കൊണ്ടുവന്ന് നിൽക്കണം. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചേരാൻ എന്നോട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ചണത് വെയിറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കണം അവന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മുട്ടായി അല്ല വേണ്ട, അതിൻ്റെ ഉള്ളിൽ ഒരു കളിക്കോപ്പ് ഉണ്ടാവും, അത് വേണം. അപ്പോൾ 2 ആളെ കളിക്കോപ്പും ഒരേ മാതിരി ആവണം, അല്ലെങ്കിൽ ഇവിടെ കച്ചറയാണ്. അതാണെങ്കിലോ പൊളിച്ച് നോക്കാതെ അറിയില്ല. എന്നിട്ട് ഞാൻ പറയലാണ് ഇങ്ങനത്തെ ഇവിടെ വാങ്ങിക്കൊണ്ടുവരരുത്. ഇത് പൊളിച്ച് നോക്കാതെ അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മുട്ടായി തിന്നാനല്ല, അതിൻ്റെ കളിക്കോപ്പിനാണ് അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കണത്. മുട്ടായി കൊടുത്തപ്പോൾ വാവ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കളിക്കോപ്പ് പൊട്ടിച്ചെടുത്തപ്പോൾ 2 ആളേലും വേറെ വേറെ കളിക്കോപ്പ്. പിന്നെ ബാക്കിയുള്ള അടി അതിനായിട്ട് അവിടെ. ഞാൻ എന്ത് സാധനങ്ങളാണെങ്കിലും കളറും കൂടി ഇവിടെ മാറാൻ പാടില്ല. ഒരേ സാധനങ്ങളാവണം 2 ആൾക്കും. ഞാൻ അതൊക്കെ കിട്ടിയ സന്തോഷത്തിൽ പോവുകയാണ് ആദൂന് കാട്ടി കൊടുക്കാൻ. അപ്പോഴാണ് പിന്നെ അവിടെ കച്ചറായത്. അപ്പോൾ ആദൂൻ്റെത് അങ്ങനത്തതല്ല. അങ്ങനെ ഓലെ കച്ചറകളൊക്കെ കുറച്ചൊക്കെ തീർത്തിട്ട് പിന്നെ നമുക്ക് ചിക്കൻ പൊരിക്കുകയാണ്. ഇന്ന് പിന്നെ അംഗൻവാടി ഒന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ പിന്നെ കച്ചറകളും പരാതികളും പരിഭവങ്ങളൊക്കെ തീർക്കണം ഇടക്കിടക്ക് ഇങ്ങനെ. അങ്ങനെ ചിക്കൻ പൊരിക്കാൻ ചട്ടിക്ക് അടുപ്പത്ത് വെച്ചു. പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തത് ചൂടായപ്പോൾ നല്ല ചൂടായിട്ടെ ഞാൻ ഇട്ട് കൊടുക്കണത്. പിന്നെ നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പം തന്നെ മറിച്ചിടരുത്. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വേണം മറിച്ചിടാൻ. അപ്പം തന്നെ മറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ എന്താ പറയുക, നമ്മൾ അതിമ പുരട്ടി വെച്ച മസാല ഉണ്ടല്ലോ അതൊക്കെ അതിൻ്റെ ഒപ്പം ഇങ്ങോട്ട് ഒട്ടിപ്പിടിച്ചുങ്ങാണ്ട് ചട്ടിയിലുണ്ട് ഒട്ടിപ്പിടിച്ചും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കരുത്. ഇനി കണ്ടോ ഈ കളറായിട്ട് വേണം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാൻ. അടി ഒന്നും മുരിഞ്ഞാൽ പിന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ പിന്നെ അതിൻ്റെ മസാല ഒന്നും ചട്ടിയിൽ ഒട്ടിപ്പിടിക്കൂല. അപ്പം നമുക്ക് പെട്ടെന്ന് കോരിയെടുക്കുക. പിന്നെ ചില്ലിയാക്കിയാണ്ടാണ് വെട്ടിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് വേകും. എപ്പോഴാണെങ്കിലും പൊരിക്കാൻ ചെറിയ പീസാക്കി വെട്ടുക. വലിയ പീസാക്കി വെട്ടുകയാണെങ്കിൽ അത് എന്താണ് കിട്ടൂല. പിന്നെ ടേസ്റ്റും തന്നെ ഇങ്ങനെ ചില്ലിയാക്കി വെട്ടുന്നതാണ്. അപ്പോൾ ചിക്കൻ പൊരിച്ച ഫസ്റ്റ് ട്രിപ്പ് അയക്കണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കോരി എടുക്കട്ടെ. അപ്പോൾ നമ്മളെ എള്ള് ചേർത്തിട്ട് കണ്ടോളൂ. ഞാൻ സൂം ചെയ്തുങ്ങാണ്ട് ഞാൻ കാണിച്ചു തരാം. ഒരു എന്താ പറയുക, കാണാൻ നല്ല ചൊറുക്കേക്കാരം. കണ്ടോ ആ എള്ളിൻ്റെ വൈറ്റൊക്കെ ഇങ്ങനെ കാണാണ്ടല്ലോ. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ അടുത്ത ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം. അധികമൊന്നുമില്ല, 1.5 കിലോനല്ലേ ഉള്ളൂ. അപ്പോൾ പൊരിച്ച് വരുമ്പം അധികമൊന്നും ഉണ്ടാവില്ല, കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ പൊരിച്ച് കോരി. നമുക്ക് തൈരൊക്കെ റെഡിയാക്കാണ്ട് പിന്നെ ഞാൻ അച്ചാറാട്ടോ കൊടുത്തത്. അച്ചാർ കൊടുത്ത് 2 കിലോക്ക് അളവിന് നമ്മളെ കിലോക്ക് അനുസരിച്ചിട്ട് അച്ചാറും തൈരൊക്കെ കൊടുക്കുക. അങ്ങനെ ഒരു പാത്രത്തേക്ക് അച്ചാറും കൊടുത്തു, ഒരു പാത്രത്തേക്ക് തൈരും വെച്ചെടുത്തു. അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ നമ്മളെ പാത്രത്തിൽ തന്നെയാണ് കൊടുക്കുക. അപ്പം പിന്നെ ഒരു കസ്റ്റമറൊക്കെ കഴിഞ്ഞിട്ട് ഓരോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അന്നോ അല്ലെങ്കിൽ പിറ്റേന്നൊക്കെ നമ്മളെ പാത്രങ്ങൾ നമ്മളെ വീട്ടിലേക്ക് എത്തിച്ചേരലാണ് കേട്ടോ. പിന്നെ ഫുഡും തന്നെ ഓല് വന്ന് കൊണ്ടുപോയി കൊടുക്കുന്ന പരിപാടി ഞാൻ ഏൽക്കലില്ല. കാരണം കൊണ്ടുപോയും കൂടി കൊടുത്താൽ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഇവിടെ വന്ന് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അങ്ങനത്തെ ഓർഡറേ ഞാൻ സ്വീകരിക്കലുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ക്ലീനിങ് ഉണ്ട്. ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കണം. അപ്പം നമ്മൾ ചിക്കൻ പൊരിച്ചാൽ പിന്നെ ആകെ എണ്ണയിക്കാരല്ലോ. ഇനിയിപ്പോൾ എണ്ണൻ്റെ പരിപാടി എടുക്കുകയാണെങ്കിൽ ആകെ എണ്ണയിക്കാരം. അപ്പം ഞാൻ ലിക്വിഡ് ഉണ്ടായിന് അതൊക്കെ സ്പ്രേ ചെയ്തെങ്ങാണ്ടൊക്കെ ഒന്ന് തുടച്ച് മാറ്റുകയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ലിക്വിഡ് തന്നെയാണ്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലേക്കാരം. നമ്മൾ മീനൊക്കെ ഇനി വേവിച്ചെടുത്താലും പൊരിച്ചെടുത്താലും കൗണ്ടർ ടോപ്പ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അടക്കിച്ചാൽ തന്നെ നല്ലൊരു വേറെ സ്മെല്ലല്ലേ കാരം, മീനിൻ്റെ ഒരു സ്മെല്ലല്ലേ കാരം. അപ്പോൾ ഈ ലിക്വിഡ് വെച്ചുകൊണ്ട് തുടക്കുകയാണെങ്കിൽ മീനിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ ഞാൻ ഇത് വെച്ച് കണ്ടാണ് കേട്ടോ തുടച്ചെടുക്കൽ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ചിക്കൻ ഫ്രൈൻ്റെ മസാല ഉണ്ടല്ലോ, ഞാൻ ഇന്നലത്തെ വീഡിയോസിൽ ഇട്ട മാതിരി മസാല തയ്യാറാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പൊരിച്ച് നോക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മൾ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ തുടച്ചെടുക്കുമ്പം അവിടെ വെച്ച ഭരണികളാണെങ്കിലും കുപ്പികളാണെങ്കിലും ജസ്റ്റ് അപ്പം ഒന്ന് തുടക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ഭാരം ഉണ്ടാവില്ല. തുടച്ചാണ് വെച്ചാൽ മതി. നമ്മൾ കൗണ്ടർ ടോപ്പ് തുടക്കാനെടുത്ത കഷ്ണം തന്നെ മതി. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടക്കുക. നമ്മളെപ്പോഴും ഇങ്ങനെ എടുത്തും വെച്ചും ഇങ്ങനെ നിൽക്കില്ല. അപ്പം നമ്മളെ കൈ എപ്പോഴും തൊട്ടും കൊണ്ടല്ലേ കാരണം. അപ്പോൾ ആ ലിക്വിഡ് ഒഴിച്ചുകൊണ്ട് ലിക്വിഡൊന്ന് സ്പ്രേ ചെയ്തുകൊണ്ട് അതും ഒന്ന് തുടച്ചെടുക്കുക. അതേപോലെ വെളിച്ചെണ്ണൻ്റെ കുപ്പികളുണ്ടെങ്കിൽ അതും ഒക്കെ ഒന്ന് പുറം തുടച്ചെടുക്കുക. അങ്ങനെ കൗണ്ടർ ടോപ്പും എന്താ നമ്മൾ വെച്ചിക്കണത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ആ കഷ്ണം കൊണ്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും തന്നെ അത് ഇങ്ങനെ വൃത്തിയിൽ നിൽക്കും ചെയ്യും. അങ്ങനെ കിച്ചൺ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിക്കണ്. അപ്പം ഇനി ജസ്റ്റ് ഒന്ന് അടിച്ച് വരാനും തുടക്കാനും തന്നെ ഉള്ളൂ. ബാക്കിയുള്ള പണിയൊക്കെ അതും കഴിഞ്ഞിക്കണ്. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവേണ്ടി. അപ്പോൾ കസ്റ്റമർ വിളിച്ചിനി നമ്മളെ ഫുഡ് കൊണ്ടുപോകാൻ എത്താനയക്കണ ഇറങ്ങാണ്ട്. അപ്പോൾ പിന്നെ ഫുഡൊക്കെ ഒന്ന് സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കണം. അപ്പോൾ സിറ്റ് ഔട്ടിൽ വന്നുകൊണ്ട് ഓല് വന്ന് കൊണ്ടുപോകും. അപ്പോൾ നമ്മളെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.